പ്രാവശ്യം തൃശ്ശൂർ 100% സുരേഷ് ഗോപിനെ തന്നെ തിരഞ്ഞെടുക്കും. കാരണം നമുക്കറിയാം LDFും UDFും മാറി മാറി ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് ആ സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സൊന്നും ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതിനൊരു വലിയൊരു മാറ്റം തൃശ്ശൂർ നിവാസികൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം ഇത് വലിയൊരു അവസ്ഥയാണ് തൃശ്ശൂരെ സംബന്ധിച്ച്. നമ്മളറിയാതെ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിന് ഈ നാട് പുരോഗമിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ പ്രാവശ്യം തൃശ്ശൂർ നിവാസികൾ ഒരിക്കലും കൈവിടിയില്ല. 100% സുരേഷ് ഗോപിയുടെ വിജയിച്ചിരിക്കുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ? മിനിമം നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ആലുവയിൽ നിന്ന് മെട്രോ ഒരു പക്ഷേ കോയമ്പത്തൂർ വരെ നീളം, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വികസനം 100% തൃശ്ശൂർ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരു വലിയൊരു രീതിയിലുള്ള സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളവരാണല്ലോ. അവരെ സംബന്ധിച്ച് സുരേഷ് ഗോപി എന്താണ് മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങൾ? അതായത് തൃശ്ശൂർ നിവാസികൾ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും എന്താ പറയുക വിദ്യാസമ്പന്നരാണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ യുവാക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ബിസിനസ്സുകാർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇവിടെ മറ്റുള്ള കാൻഡിഡേറ്റ്സ് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. 100% കേന്ദ്രത്തിൽ മോഡിജിയുടെ നേതൃത്വത്തിൽ 100% ഭരണം വരും. അപ്പോൾ ഇവിടുന്ന് ഏത് കാൻഡിഡേറ്റ് പോയാലും അതിനേക്കാൾ കൂടുതൽ വലിയ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു പോയാൽ സംഭവിക്കും. അത് തൃശ്ശൂർ നിവാസികൾക്കറിയാം. 100% നമ്മൾ അതൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള കാൻഡിഡേറ്റിൽ നിന്ന്. അതിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം വെറും MP ആയി നിന്നുകൊണ്ട് പോലും, അതായത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് MP ആയിട്ട് പോയിട്ട് പോലും അദ്ദേഹം തൃശ്ശൂർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് 100% അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുത്ത് പോകുമ്പോൾ സംഭവിക്കുന്ന വലിയ വികസനങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ.